Hi dears, ജോഗ്രഫിയിലെ ഈ ചോദ്യങ്ങൾ ചോദിക്കാത്ത ഓണം എക്സാം ഇല്ല. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മധ്യ ഹിമാലയത്തിന്റെ സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റീജിയണൽ ഡിവിഷൻ ആണ് അല്ലെ, പ്രാദേശിക വിഭാഗങ്ങളാണ്. അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എഴുതുക. കാളി നദി മുതൽ ടീസ്റ്റാ നദി വരെയാണ്. നമുക്കറിയാം നദികളാണ് എന്ത് ചെയ്യുന്നത്, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് പഠിച്ച കാര്യമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതിയേക്കുക. കാളി നദി മുതൽ ടീസ്റ്റാ നദി വരെയാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ എഴുതി വെക്കണം. അത് കഴിഞ്ഞിട്ട് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നു. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ്. ഈ ഒരു പ്രദേശം മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം എഴുതി വെക്കാം. ലോകത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ട് മൗണ്ട് കേറ്റു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. അതുകൊണ്ട് തന്നെയാണ് നേപ്പാൾ ഹിമാലയം എന്നൊരു പേര് തന്നെ ഇതിന് പറയാൻ കാരണം കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. കാഞ്ചൻജംഗ പർവ്വതവും നാത്തുല ചുരവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം എഴുതി വെക്കാം. അതുപോലെ തന്നെ ടീസ്റ്റാ നദിയുടെ കുത്തൊഴുക്ക്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേകത സവിശേഷമായിട്ട് നമുക്ക് എഴുതി വെക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ തേയില, ഇവിടെ കിട്ടുന്ന തേയില അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള തേയിലയാണ്. അതും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനെ നോക്കാം. ഉത്തരപർവ്വത മേഖല എങ്ങനെ വിനോദസഞ്ചാര മേഖലയിൽ ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറിയത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ഹൗ ദ നോർത്ത് മൗണ്ടൻ റീജിയൻ ബിക്കം എ മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ വളരെ നല്ലൊരു ചോദ്യമാണ്. ടൂറിസത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. ടൂറിസം ഭാഗം ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ 3 ഫേസ് ആയിട്ട് എഴുതി വെക്കുക. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഫേസ് ആണ് അല്ലെ. നമ്മുടെ പിൽഗ്രിമുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫേസ് ആണ് ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് കൈലാസ്, മാനസ സരോവർ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണം. അതാണ് വേണ്ടത് അല്ലെ. രണ്ടാമത്തെ ഫേസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ കൊടുത്തിട്ടുള്ള സ്വീകാര്യത, അവരെങ്ങനെയാണ് അവിടെ ബിൽഡ് ചെയ്തിരുന്നത്, അവരെങ്ങനെ റിസോർട്ട് കൊണ്ടുവന്നു, വിനോദസഞ്ചാര കേന്ദ്രമാക്കി അവർ പരിപാലിച്ചത് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഫേസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. അതിൽ ഷിംല, ഡാർജിലിംഗ്, ഷിലോങ് പോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. അടുത്ത മൂന്നാമത്തെ ഫേസ്, അതായത് നമ്മൾ പറയുന്ന ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1953 മെയ് 29 ശേഷം നമ്മുടെ ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിയതിന് ശേഷം എന്ത് ചെയ്തു, അവിടെ വിനോദസഞ്ചാരം എന്നതിലുപരിയായിട്ട് ഒരു സാഹസിക മേഖല അല്ലെങ്കിൽ സാഹസികമായിട്ടുള്ള യാത്രകൾ നടത്താൻ വേണ്ടിയിട്ട് ഹിമാലയത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതി വെക്കാം. ഈ പ്രദേശത്ത് നിന്ന് പർവ്വതാരോഹണം പോലെയുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ സ്കൈയിങ് പോലെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ എഴുതി വെക്കാവുന്നതാണ്. നല്ലതായിട്ട് അങ്ങനെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്താൽ വളരെ ഫുള്ളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാർക്ക് ദ ഫോളോയിങ് ഓൺ ദ മാപ്പ്. മാപ്പ് നിങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കണം. മാപ്പ് ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ കൊല്ലവും കണ്ടുവരുന്നതാണ്. അപ്പോൾ മാപ്പ് എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾ ആ മാപ്പിലുള്ള ഓരോ സ്ഥലങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഔട്ടർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ, ലെസ്സർ ഹിമാലയ എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയായ പേരല്ല കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നമ്മൾ അല്ലാതെ വിളിക്കുന്ന, അതിൻ്റെ പ്രത്യേകതകൾ അടിസ്ഥാനപ്പെടുത്തി വിളിക്കുന്ന പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ശരിയായ പേരുകൾ കണ്ടെത്തുകയും വേണം, എന്നിട്ട് മാപ്പിൽ അടയാളപ്പെടുത്തുകയും വേണം അല്ലേ. അപ്പോൾ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് അല്ലേ, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഔട്ടർ ഹിമാലയ എന്ന് പറയുന്നത് ശിവാലിക്കാണ്, ലെസ്സർ എന്ന് പറയുന്നത് ഹിമാചലാണ്, ഹിമാദ്രി എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ഹിമാലയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് അങ്ങനെ തന്നെ അടയാളപ്പെടുത്തി ഈ ഭാഗത്ത് 3 വരകളായിട്ട് അല്ലെ, 3 വരകളായിട്ട് അങ്ങ് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. അത് ശരി ഉത്തരമാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭൂമിശാസ്ത്രപരമായ സവിശേഷത അടിസ്ഥാനമാക്കി ഉത്തരേന്ത്യ സമതലത്തെ എങ്ങനെ തരംതിരിക്കാം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഹൗ ക്യാൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ എന്നൊക്കെ ചോദിച്ചാൽ വളരെ ഹാർഡായിട്ടൊക്കെ തോന്നും. പക്ഷേ സംഭവം സിമ്പിളാണ്. എന്താ നിങ്ങൾക്ക് എഴുതേണ്ടി വരിക, ഇതാണ് എഴുതേണ്ടി വരിക കേട്ടോ. ഈ ചിത്രം പഠിച്ചു വെച്ചാൽ മതി. ഈ ചിത്രമാണ് അവിടെ എഴുതേണ്ടി വരിക. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, 3 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 1 ബാബർ ആണ്, 2 ടെറായ് ആണ്, 3ാമത്തെ എന്താണ്, എക്കൽ സമതലങ്ങളാണ്. എക്കൽ സമതലം എന്ന രീതിയിൽ അലൂവിയൽ പ്ലെയിൻസ് ആണ് 3ാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഈ 3 ഡിവിഷനാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ആദ്യം ബാബർ ആണ്, ടെറായ് ആണ്, എക്കൽ ഡിവിഷൻ. എക്കൽ ഡിവിഷൻ തന്നെ നമ്മൾ 2 ആക്കി തരംതിരിക്കുന്നുണ്ട്, ബങ്കറും അതുപോലെ തന്നെ ഗാദറും. ഓക്കെ, പഴയ എക്കൽ മണ്ണും പുതിയ എക്കൽ മണ്ണും അതും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഉത്തരേന്ത്യ സമതലത്തിലെ മണ്ണിനങ്ങളെ കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞത്. നമ്മളൊരു 5ഓളം മണ്ണിനങ്ങളെ കുറിച്ച് അവിടെ പഠിക്കുന്നുണ്ട്. അത് മാത്രം എഴുതിയാൽ തന്നെ മക്കൾക്ക് മുഴുവൻ മാർക്ക് കിട്ടും കേട്ടോ. അവിടെ നോക്കുക, അലൂവിയൽ സോയിലാണ്, എക്കൽ മണ്ണ് ആദ്യം തന്നെ എഴുതി വെക്കുക. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ്, കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. കുറച്ചുകൂടി മണൽ മുതൽ വളരെ കളിമണ്ണ് പോലെയുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു മണ്ണാണ് എന്ത്, നമ്മൾ പറഞ്ഞ അലൂവിയൽ സോയിൽ. അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാവുന്നതാണ് കേട്ടോ. അതല്ലാതെ പിന്നെ ചെമ്മണ്ണ് വരുന്നുണ്ട്. ചെമ്മണ്ണ്
കൊടുക്കുന്ന ചുവന്ന അതിന് നിറം കൊടുക്കുന്ന എന്താണ്? അയേണിന്റെ കണ്ടന്റ് ആണ്. അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. അത് കാണുന്നത് സൗത്ത് ഗംഗാ പ്ലെയിനിലാണ്, അതായത് തെക്കൻ ഗംഗാ സമതലങ്ങളിലാണ് നമ്മൾ ഈ ചെമ്മണ്ണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. അതും കൂടി എഴുതി വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സലൈൻ സോയിലാണ്, ഉപ്പുരസമുള്ള മണ്ണാണ്. ഉപ്പുരസമുള്ള മണ്ണ് ഡെൽറ്റ പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു മണ്ണാണ്. അതായത് കടൽ വെള്ളം കയറുന്നതിന്റെ ഭാഗമായിട്ട് കടലിലെ വെള്ളത്തിന് ഉപ്പാണല്ലോ, അപ്പോൾ ആ പ്രദേശങ്ങളിലെ മണ്ണിനൊക്കെ എന്തെങ്കിലും ഉപ്പ് രസം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അതിന് ഉപ്പ് അല്ലെങ്കിൽ സലൈൻ മണ്ണ് അല്ലെങ്കിൽ സലൈൻ സോയിൽ എന്ന രീതിയിലൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ബംഗാളിലൊക്കെയാണ് കൂടുതൽ കാണുന്നത്, ബംഗാളിലെ തീരപ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇനി നമുക്ക് വരണ്ട മണ്ണ്, നമുക്ക് കേട്ടാൽ തന്നെ അറിയാം അത് വരണ്ട മണ്ണാണ്. അപ്പോൾ അത് മരുഭൂമി പ്രദേശമായിരിക്കും, ഡെസേർട്ട് ഏരിയ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും രാജസ്ഥാൻ ഏരിയ ഒക്കെ ആയിരിക്കും അല്ലേ. രാജസ്ഥാന്റെ സമതല പ്രദേശങ്ങളായിരിക്കും കൂടുതലും വരണ്ട മണ്ണുണ്ടാവുക. വളക്കൂർ വളരെ കുറവായിട്ടുള്ള ഒരു മണ്ണാണ്. അത് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒരു മണൽ കലർന്നിട്ടുള്ള അല്ലെങ്കിൽ സാൻഡി ആയിട്ടുള്ള സലൈൻ ആയിട്ടുള്ള ഉപ്പുരസമുള്ള മണ്ണായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാവുന്നതാണ്. പിന്നെയുള്ള പീറ്റ് മണ്ണാണ്, പീറ്റ് സോയിൽ എന്നൊക്കെ പറയും. ഇത് ഡെൽറ്റ പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു മണ്ണാണ്. ഈർപ്പമുള്ള മണ്ണാണ് അല്ലെങ്കിൽ നനവുള്ള ഒരു വെറ്റായിട്ടുള്ള ഒരു മണ്ണായിട്ട് നമുക്ക് പീറ്റ് മണ്ണിനെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ചാണ്. അപ്പോൾ മൺസൂൺ നിങ്ങൾ ഒരിക്കലും വിടരുത്. ഞാൻ നേരത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്ന സമയത്ത് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുക, മൺസൂൺ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നുള്ള കാര്യം അല്ലേ. ഉത്തര മഹാസമതലത്തിൽ കൃത്യമായിട്ട് ചൂട് കൂടുന്ന മാർച്ച് മാസങ്ങളിൽ ചൂട് കൂടുന്ന സമയത്ത് അവിടെ ലോ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കടലിൽ നിന്ന് എന്ത് ചെയ്യും, ഹൈ പ്രഷറായ കടലിൽ നിന്നും എന്ത് ചെയ്യും, ഈ പറഞ്ഞുള്ള വായു ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കും. വായു നല്ലപോലെ എന്തായിരിക്കും, മോയ്സ്ചർ കണ്ടന്റഡ് ആണ്, ജലാംശമുള്ള വായു ആയതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ മഴ ലഭിക്കാൻ കാരണമാകാറുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. അതിന് രണ്ട് ബ്രാഞ്ചായിട്ടാണ് നമ്മൾ കാണുക. ഒന്ന് അറേബ്യൻ ബ്രാഞ്ചാണ്, അറേബ്യൻ സീൻ്റെ ബ്രാഞ്ചാണ്. മറ്റെന്താണ്, ബംഗാൾ ഉൾക്കടലിന്റെ ബ്രാഞ്ചായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ രണ്ട് ബ്രാഞ്ചായിട്ട് അത് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ എഴുതി കൊടുക്കണം. അതാണ് എഴുതേണ്ടത്. അതാണ് സഞ്ചാരഗതി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ്. ആ ബ്രാഞ്ചിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. അത് കൃത്യമായിട്ട് ചെയ്തു വെക്കണം. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എക്കൽ വിശറികൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് അല്ലേ. അപ്പോൾ അലൂവിയൽ ഫാൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലൂവിയൽ ഫാൻ, അപ്പോൾ അലൂവിയൽ ഫാൻ എന്ന് പറയുന്നത് അത് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ എക്കൽ മണ്ണൊക്കെ ഡെപ്പോസിറ്റ് ബന്ധപ്പെട്ടാണ്, നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നിക്ഷേപിക്കുന്നതിന്റെ ഒരു ആകൃതി നമ്മൾ കാണുന്ന സമയത്ത് ഒരു വിശറി പോലെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അലൂവിയൽ സോയിൽ, അലൂവിയൽ ഫാൻ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ എക്കൽ വിശറികൾ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്കെന്ത് ചെയ്യും, പെട്ടെന്ന് ഇങ്ങനെ വേഗത കുറയും അല്ലെ. അവർ ഇങ്ങനെ കുത്തനെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്, മൗണ്ടൈനിൽ നിന്നാണ് വരുന്നത്, കുന്നുകളിൽ നിന്നാണ് വെള്ളം വരുന്നത്, നദികൾ വരുന്നത്. അങ്ങനെ കുത്തൻ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം പെട്ടെന്ന് സമതലത്തെത്തുമ്പോൾ എന്ത് ചെയ്യും, മെല്ലെ അതിന്റെ വേഗത കുറയും. അപ്പോൾ വേഗത കുറയുന്ന സമയത്ത് അതുവരെ കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള അവസാദങ്ങൾ, സെഡിമെന്റ്സ് അല്ലെ, എക്കൽ മണ്ണ് പോലത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ വേഗത കുറഞ്ഞ ഈ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിച്ച് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത്, മുകളിൽ നോക്കുന്ന സമയത്ത് അതൊരു വിശറി പോലെ ആയിരിക്കും നിക്ഷേപിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മളിതിന് ഇങ്ങനെ ഒരു പേര് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൻ്റെയാണ്. തൊഴിലില്ലായ്മ എന്നാൽ എന്താണ്, എത്ര തരമുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വാട്ട് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്, ഹൗ മെനി ടൈപ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നോക്കുക, അവിടെ നിലവിലുള്ള വേതന നിരക്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള ആരോഗ്യം കഴിവുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ തൊഴിൽ ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്, പക്ഷേ എനിക്ക് എന്ത് പറ്റുന്നില്ല, എനിക്ക് നല്ലൊരു തൊഴിൽ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക, തൊഴിലില്ലായ്മ എന്ന് നമ്മൾ പറയുക. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ളത്, ഒന്ന് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന രീതിയിൽ പറയും, അതായത് പ്രകടമായ തൊഴിലില്ലായ്മ. രണ്ടാമത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണ്, അതായത് ഘടനാപരമായ തൊഴിലില്ലായ്മ. ഇനി സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, കാലികമായ തൊഴിലില്ലായ്മ, ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന രീതിയിൽ നമുക്കത് പറഞ്ഞു വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തൊഴിലില്ലായ്മയുടെ ആ ക്ലാസിഫിക്കേഷനും കൂടെ നിങ്ങളൊന്ന് പഠിച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടോ, അതും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് പറയാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായി തൊഴിലില്ലായ്മ ഒരിക്കലും വിടരുത്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വിടാതെ എന്ത് ചെയ്യാതെ പഠിച്ചു വെക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മനുഷ്യ മൂലധനത്തെ ശക്തിപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതായത് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ചോദ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ പഠിക്കണം മക്കളെ, നല്ലപോലെ അത് പഠിച്ചിട്ട് തന്നെ പോയിന്റുകൾ എഴുതി വെക്കുക. ഒന്നെന്ന് പറയുന്നത് മെച്ചപ്പെട്ട ഹെൽത്ത് ഫെസിലിറ്റീസ് നൽകുക, ആരോഗ്യ സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താ, വിദ്യാഭ്യാസത്തിൽ വലിയ തോതിലുള്ള നിക്ഷേപം കൊടുക്കുക. അത് വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത എന്താ, സ്കിൽ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ
പ്രാധാന്യം കൊടുക്കുക അല്ലെ, നൈപുണ്യ വികസനത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ ജീവനക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക. അപ്പോൾ പണിക്കാരൊക്കെ ഉള്ള ഒരു തൊഴിലിടമൊക്കെ ആണെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക, അവരെ വെറുതെ ടെൻഷനും കാര്യങ്ങളൊന്നും ആക്കാതെ എന്ത് ചെയ്യുക, അവരെ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ള രീതിയിൽ നമുക്കത് പറയാൻ പറ്റും. ഇതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. മനുഷ്യമൂലധനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് ഒരിക്കലും ഇത് വിട്ടുപോകരുത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ട് പ്രിപ്പയർ ആയിരിക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.